അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായൊരു പ്രകാശം കണ്ടു. കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശമുദിച്ചു. എൻ്റെ പ്രിയ മക്കളെ, രക്ഷകന്റെ വരവിനായി ഒരുങ്ങുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്തുമസ് കാലം ഇതാ വീണ്ടും വന്നെത്തിയിരിക്കുന്നു. ദൈവത്തെ കണ്ടുമുട്ടുന്ന ഒരു നല്ല അവസരമാണ് ക്രിസ്തുമസ്. ആ ദൈവത്തെ ഏതവസ്ഥയിൽ എപ്പോൾ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കുന്നുവോ അതാണ് നമ്മുടെ ക്രിസ്തുമസ്. ഈ ക്രിസ്തുമസ് കാലം സ്നേഹവും സമാധാനവും സന്തോഷവും നിങ്ങളുടെ ഹൃദയത്തിലും ഭവനങ്ങളിലും നിറയട്ടെ. ക്രിസ്തുമസ് എന്ന സന്തോഷത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ ഉത്ഭവം സ്വർഗത്തിൽ നിന്നാണ്. അത് കാലഭേദങ്ങൾക്ക് അതീതമാണ്. മനുഷ്യരിലുള്ള തിന്മയെ അകറ്റി നന്മയ്ക്ക് കരുത്തേകാനാണ് ദൈവം മനുഷ്യനായി പിറന്നത്. നന്മയുടെ പ്രോത്സാഹനവും തിന്മയുടെ തിരസ്കരണവും ക്രിസ്തുമസിൻ്റെ അതിപ്രധാന ഘടകമാണ്. ഹൃദയത്തിൽ നന്മയും സന്തോഷവും സമാധാനവും പ്രത്യാശയും നിറയ്ക്കാൻ ഈ ക്രിസ്തുമസ് കാലത്തിന് കഴിയട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ. നീ ഇത്ര നേരത്തെ തുടങ്ങിയോ പുൽക്കൂട് പണി? ആ അതെ മച്ചേ, ഇപ്പൊ അങ്ങ് തുടങ്ങി വെച്ചാ 25-ാം തീയതി ആവത്തേനും തീർക്കാലോ. അത് കൊള്ളാടാ സണ്ണിക്കുട്ടി. ആ കുഞ്ഞൂസ് കൂടി ഇരിപ്പുണ്ടല്ലേ? ഉണ്ണീശോയുടെ വരവിനായി ഒരുങ്ങി തുടങ്ങിയ മോനെ. എൻ്റെ അമ്മച്ചി, നമ്മുടെ കാലമൊന്നുമല്ല ഇത്. ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനെയൊക്കെ ഒരുക്കമുണ്ടോ? അവർക്ക് മൊബൈലിൽ നിന്ന് തന്നെ ഇറങ്ങാൻ സമയമില്ല. എന്നിട്ടാണ് ക്രിസ്മസ് ഒരുക്കം. ക്രിസ്മസ് കാലമൊക്കെ ആയിട്ടോ. കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ചുകൂടി നന്നായി ഉണ്ണീശോയുടെ വരവിനായിട്ട് ആത്മീയമായി ഒരുങ്ങണം കേട്ടോ. പള്ളിയിൽ മുടങ്ങാതെ ദിവ്യബലിയിൽ പങ്കെടുക്കണം. ആരായിട്ടും വഴക്കൊന്നും ഇടരുത്. മുതിർന്നവരേക്ക് അനുസരിക്കണം. കുഞ്ഞുഞ്ഞു ത്യാഗങ്ങളൊക്കെ ചെയ്യണം. എല്ലാവരെയും സ്നേഹിക്കണം, സഹായിക്കണം. ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെ ഒരുങ്ങിയാൽ ഉണ്ണീശോ നമ്മുടെ ഹൃദയങ്ങളിലായിരിക്കും പിറക്കുക.
കുഞ്ഞുങ്ങൾ വലിയ നിലയിൽ എത്തിക്കാണാൻ ആഗ്രഹിക്കാത്ത ഒരപ്പനും അമ്മയും ഇന്നുണ്ടാവില്ല. അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും കഷ്ടപ്പെട്ടായാലും നേടിയെടുക്കാനും ശ്രമിക്കുന്നവരാണ് നാമൊക്കെ. അതിൽ തെറ്റൊന്നുമില്ല, വളരെ നല്ലതാണ്. എന്നാൽ ഒരു കുറവ് ഇന്ന് നമുക്കൊക്കെ സംഭവിക്കുന്നുണ്ട്. ഈ ലോകത്തിൻ്റെ നാഥനായ ദൈവപുത്രൻ കാലിത്തൊഴുത്തോളം താഴാൻ കാണിച്ച മനസ്സും മറുചോദ്യങ്ങളില്ലാത്ത അനുസരണവും സ്വാർത്ഥതയുടെ ചട്ടക്കൂടുകൾ ഇല്ലാതാക്കി സ്വയം മറന്ന് വേദനിക്കുന്നവരെയും പാവങ്ങളെയും ചേർത്ത് പിടിച്ച കരുണയുടെ മുഖവും നമ്മുടെ മക്കളിൽ വാർത്തെടുക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഒരു വിശുദ്ധനെയോ വിശുദ്ധയെയോ ഈ ലോകത്തിന് സമ്മാനിക്കാൻ നമുക്കാകുന്നുണ്ടോ? എങ്കിൽ നമ്മൾ വിജയിച്ചു. ഇങ്ങനെ ജീവിക്കുകയും ജീവിക്കാൻ പഠിപ്പിക്കുന്നവരുടെയും ഹൃദയങ്ങളിലാണ് ഉണ്ണീശോ പിറക്കുക. വെറും ആഘോഷ പരിപാടികളുടെ ആചരണമായി തീർന്നു പോകരുത് നമ്മുടെ ക്രിസ്മസ്. കാരണം ക്രിസ്തു ജനിച്ചതും മരിച്ചതും നമുക്ക് വേണ്ടിയാണ്. ആ സ്നേഹം ഇന്ന് നമ്മളും ജീവിക്കണം എന്ന് പഠിപ്പിച്ചുകൊണ്ടുമാവണം നമ്മുടെ ആഘോഷങ്ങൾ. ഉണ്ണിക്ക് പിറക്കാൻ തക്കവിധം ഒരു ആത്മീയ ഘോഷമായി സ്നേഹത്തിൻ്റെ ചൂടുവയ്പായി തീരട്ടെ നമ്മുടെ ക്രിസ്മസ്.